ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാദ്യാർ ഓൺലൈൻ അക്കാദമി. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക ബിൽഡിംഗ് മെറ്റീരിയലായ ലൈമിനെ പറ്റിയാണ്. നമ്മൾ ബ്രിക്ക്, സിമെൻറ്റിനെ പറ്റിയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് ലൈം. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, കോൺസ്റ്റിറ്റ്വൻസ്, മാനുഫാക്ചർ, ക്ലാസിഫിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഓഫ് ലൈം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മുമ്പേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഈ വീഡിയോയുടെ അവസാനം കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോൻ്റെ അവസാനം അത് ഡിസ്കസ് ചെയ്യാം. ലൈം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. കാരണം നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാനും അതേപോലെ പഴയ ബിൽഡിങ്ങുകളിലൊക്കെ മോർട്ടറായിട്ട് മാസണറി വർക്കിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് ലൈം ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലൈം അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ലൈം അവൈലബിൾ ആണ്. പക്ഷേ നാച്ചുറലായിട്ട് കിട്ടുന്ന ലൈം അതിൻ്റെ സ്റ്റേബിൾ ഫോമിലായിരിക്കും ഉണ്ടാകുക. ലൈമിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്, അതായത് ലൈം സ്റ്റോണിൻ്റെ ഫോമിലായിരിക്കും നമുക്ക് അവൈലബിൾ ആകുക, ലൈം അവൈലബിൾ ആകുക. അത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ലൈം സ്റ്റോൺ ഹിൽസിൻ്റെ രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ റിവർ ബെഡിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം സീ ആനിമൽസ്, അതിൻ്റെ ഷെൽസിൽ നമുക്ക് അവൈലബിൾ ആണ്, ലൈം അവൈലബിൾ ആണ്. പിന്നെ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയായിട്ടും നമുക്ക് ഇംപ്യൂർ ഫോമിൽ നമുക്ക് കിട്ടും, ലൈം സ്റ്റോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നാച്ചുറലി നമുക്ക് കിട്ടുന്ന ലൈമിൻ്റെ സോഴ്സസ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കുറച്ച് ഡെഫിനിഷൻസ് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമ്മളിനി മുമ്പോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസാണ്. ഒന്നാമത് കാൽസിനേഷൻ. കാൽസിനേഷൻ ഈസ് ദ ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ഇൻ കോണ്ടാക്റ്റ് വിത്ത് എയർ. അതായത് എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുന്നു, ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ കാൽസിനേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് എയർ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. രണ്ടാമത്തെ ഡെഫിനിഷനാണ് ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു ഹാർഡൻ ഇൻ ഡാമ്പ് കണ്ടീഷൻസ്. അതായത് എയറിൻ്റെ ആബ്സെൻസിലും വാട്ടറിൻ്റെ പ്രസൻസിലും സെറ്റ് ചെയ്യാനുള്ള ലൈമിൻ്റെ കഴിവിനെയാണെന്ത് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റിയുടെ ഉപയോഗം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ ലൈം ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പകരം ചുറ്റും വാട്ടറായി ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വാട്ടറിൻ്റെ പ്രസൻസിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈമിന് ആ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. ഇമ്പ്യൂരിറ്റീസ് വളരെ കുറഞ്ഞ ലൈം സ്റ്റോണിനെ നേരത്തെ പറഞ്ഞ പോലെ എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പറയുന്നത്, ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. ഈ ക്വിക്ക് ലൈമിനൊരു പ്രത്യേകതയുണ്ട്. ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് വളരെ റിയാക്റ്റബിളാണ്. അതായത് വാട്ടറായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അത് പെട്ടെന്ന് സ്ലൈക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളടുത്ത ഡെഫിനിഷനും അത് തന്നെയാണ്, സ്ലൈക്കിംഗ്. സ്ലൈക്കിംഗ് ഈസ് ദ അഡീഷൻ ഓഫ് വാട്ടർ ടു ക്വിക്ക് ലൈം. അതായത് നമുക്ക് ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്വിക്ക് ലൈമിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്, സ്ലൈക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിൻ്റ് കൂടിയുണ്ട്. സ്ലൈക്കിംഗ് ടൈം ആൻഡ് സെറ്റിംഗ് ടൈം ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് ഒരു ലൈമിൻ്റെ സ്ലൈക്കിംഗ് ചെയ്യാനുള്ള സമയം കൂടുന്തോറും അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ചിലപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കാം, ചോദ്യത്തിൻ്റെ രൂപത്തിൽ. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ലംബ് ലൈമാണ്. ലംബ് ലൈം ഈസ് ദ ക്വിക്ക് ലൈം that comes from
കില്ലെന്ന് വെച്ചാൽ നമുക്കറിയാം ചൂള എന്നൊക്കെ പറയില്ലേ, നമ്മൾ ബ്രിക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രിക്ക് കാസ്റ്റ് ചെയ്യുന്നത് 2-3 കില്ലുണ്ട്. ഹോഫ്മാൻ കില്ല്, ബുൾ സ്ട്രെഞ്ച് കില്ല്, അതുപോലെ 2-3 കിൽസ് ഉണ്ട്. അതേപോലെ ലൈം കാസ്റ്റ് ചെയ്യാനും നമുക്ക് എന്തുണ്ട്, കിൽസ് ഉണ്ട്. ആ കിൽസിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ്ലി ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലംപ് ലൈം എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒരിക്കൽ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മീനിങ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസാണ്. നമുക്ക് ലൈമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു സൈക്കിളിൻ്റെ രൂപത്തിൽ പഠിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈം സ്റ്റോണിൻ്റെ രൂപത്തിലാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈമിൻ്റെ സ്റ്റേബിൾ ഫോമാണ് ലൈം സ്റ്റോൺ. അപ്പോൾ ആ സ്റ്റേബിൾ ഫോമിലുള്ള ലൈം സ്റ്റോണിനെ നമ്മളെ യൂസബിൾ ഫോമായിട്ടുള്ള ക്വിക്ക് ലൈമിൻ്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്യും. ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിൻ്റെ പേരാണ് കാൽസിനേഷൻ അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. കാൽസിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്വിക്ക് ലൈം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട 1-2 പോയിൻറ്റ്സ് ഉണ്ട്. പ്രസൻസ് ഓഫ് എയറിലാണ് കാൽസിനേറ്റ് ചെയ്യുകയെന്ന് നമുക്കറിയാം അല്ലേ. അതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്, അവിടെ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള നമ്പറാണ് 900 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. അതേപോലെ നമ്മൾ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ പേരാണ് ക്വിക്ക് ലൈം. ക്വിക്ക് ലൈമിന് വേറൊരു പേര് കൂടിയുണ്ട്, കോസ്റ്റിക് ലൈം. അത് ഓർത്ത് വെക്കുക. അതേപോലെ ക്വിക്ക് ലൈമിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെന്താണ്, വാട്ടറുമായിട്ട് ഗ്രേറ്റ് അഫിനിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈം സ്റ്റോണിൽ നിന്ന് നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്തു, ക്വിക്ക് ലൈം നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. എങ്ങനെ, ഹീറ്റ് ചെയ്തിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വിക്ക് ലൈമിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. ക്വിക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്, നമ്മൾ ആ പേര് പഠിച്ചു കഴിഞ്ഞു. സ്ലൈക്കിംഗ് എന്നാണല്ലേ അതിൻ്റെ പേര്. സ്ലൈക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ലൈം സ്റ്റോണിൽ കാൽസിനേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്വിക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലൈക്കിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് സ്ലൈക്കഡ് ലൈം. ഓക്കെ, ഓർത്ത് വെക്കുക. സ്ലൈക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്നും ഇതിന് പേരുണ്ട്. ഹൈഡ്രേറ്റഡ് ലൈം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട 1-2 പോയിൻറ്റ്സ് കൂടി ഉണ്ട്. എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്ന് നമ്മളറിയണം അല്ലേ. ക്വിക്ക് ലൈമിലേക്ക് സാധാരണ 32% ഓഫ് വാട്ടറാണ് ആഡ് ചെയ്യുക. 32%. ഇത് തിയറിറ്റിക്കൽ വാല്യൂ ആണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 to 3 ടൈംസ് ഓഫ് കാൽസ്യം ഓക്സൈഡ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ സമയത്ത് ഒരുപാട് ഹീറ്റ് എമിറ്റ് ചെയ്യും. സ്ലൈക്കിങ്ങിൻ്റെ സമയത്ത് ലൈം ഒരുപാട് ഹീറ്റ് എമിറ്റ് ചെയ്യും. ഇവിടെ എമിറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 15.6 കിലോ കാലറി ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ ഹൈഡ്രേറ്റഡ് ലൈം എന്നതിന് പേരുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻ കേസ് നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് കാൽസ്യം ഓക്സൈഡിൻ്റെ 2 to 3 ടൈംസിനേക്കാളും കൂടുതലാണെന്ന് വെച്ചോ. അപ്പോൾ അളവിലും അധികം വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് മിൽക്ക് ഓഫ് ലൈം. ഇത് സ്ഥിരം PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം ഈസ് കോൾഡ് വാട്ട്? അതിൻ്റെ ആൻസർ മിൽക്ക് ഓഫ് ലൈമാണ്. ഓക്കെ. അവിടെ ആഡ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് 2 to 3 ടൈംസ് ഓഫ് കാൽസ്യം ഓക്സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും വാട്ടറിൻ്റെ അളവ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ഈ കിട്ടിയ സ്ലൈക്കഡ് ലൈമിൽ അത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും അതിൻ്റെ സ്റ്റേബിൾ ഫോമിലേക്ക് ലൈം സ്റ്റോൺ ആയിട്ട് അത് മാറും. ഓക്കെ. ഇതിന് നമുക്കൊരു സൈക്കിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കാൽസിനേഷനും സ്ലൈക്കിങ്ങും അവിടെയുള്ള 1-2 പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ലൈമിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്വൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 6 കോൺസ്റ്റിറ്റ്വൻസ് ആണ് ലൈമിലുള്ളത്. ഒന്നാമത്തത് ക്ലേ, സിലിക്ക, മാഗ്നീഷ്യം കാർബണേറ്റ്, ആൽക്കലീസ്, സൾഫേറ്റ്, പൈറേറ്റ്സ്. 6 കോമ്പണൻ്റാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ക്ലേ ആണ്.
ക്ലേയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹൈഡ്രോളിസിറ്റി ഓഫ് ദി ലൈം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രോളിസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഡാമ്പ് കണ്ടീഷനിലും എയറിൻ്റെ ആബ്സെൻസിലും സെറ്റ് ചെയ്യാനുള്ള ലൈമിൻ്റെ കഴിവാണെന്ത് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിസിറ്റിക്ക് കാരണമാകുന്ന കോൺസ്റ്റൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ക്ലേ തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അതേപോലെ ക്ലേ കണ്ടൻറ്റ് 8 മുതൽ 30% വരെ വേരി ചെയ്യുന്നുണ്ടാവും ക്ലേയിൽ. ഓക്കെ, 8% മുതൽ 30% വരെ ക്ലേ കണ്ടൻറ്റ് ഏതിലുണ്ടാവും? ലൈമിലുണ്ടാവും. രണ്ടാമത്തെ കോൺസ്റ്റൻ്റാണ് സിലിക്ക. സിലിക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ് ദി ഹൈഡ്രോളിസിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രോളിസിറ്റി എന്ന പ്രോപ്പർട്ടിയെ ഇൻക്രീസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റാണ് സിലിക്ക. സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ്, എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രോളിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന മെറ്റീരിയലാണ് കോൺസ്റ്റൻ്റാണ് സിലിക്ക. അടുത്ത കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇറ്റ് അലോസ് ലൈം ടു സ്ലേക്ക് ആൻഡ് സെറ്റ് സ്ലോലി. നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലേക്കിംഗ് ടൈം കൂടുന്നതനുസരിച്ചിട്ട് സെറ്റിംഗ് ടൈം കുറയുമെന്നല്ലേ. പക്ഷേങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ്. മാഗ്നീഷ്യം കാർബണേറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? സ്ലേക്കിങ്ങും സെറ്റിങ്ങും സ്ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്ക് പറ്റും? മാഗ്നീഷ്യം കാർബണേറ്റിന് പറ്റും. ഈ ഒരു പോയിൻ്റ് എക്സെപ്ഷണൽ കേസായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ജനറലായിട്ട് സ്ലേക്കിംഗ് ടൈം കൂടുമ്പോൾ സെറ്റിംഗ് ടൈം കുറയണം. പക്ഷേങ്കിൽ മാഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കേസിൽ സ്ലേക്കിംഗ് ടൈമും സെറ്റിംഗ് ടൈമും ഒരേപോലെ ഡിലേ ചെയ്യാൻ ആർക്ക് പറ്റും? മാഗ്നീഷ്യം കാർബണേറ്റിന് പറ്റും. അതുകൂടാതെ ഇത് സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാനും സഹായിക്കും. അത് മറ്റേ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം ഡിലേ ആകുന്നുണ്ടല്ലേ. സെറ്റിംഗ് ടൈം ഡിലേ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും? സ്ട്രെങ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതൊരു നല്ലൊരു പോയിൻ്റാണ്, ഓർത്ത് വെക്കാൻ പറ്റിയൊരു പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്ത കോൺസ്റ്റൻ്റ് ആൽക്കലീസാണ്. ആൽക്കലീസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അപ് ടു 5% ആണ്. വളരെ കുറവ് ശതമാനം മാത്രമേ ആൽക്കലി ലൈമിൽ കാണുള്ളൂ. ഇറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹൈഡ്രോളിസിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് 2 പോയിൻറ്റ്സാണ്. അടുത്തത് സൾഫേറ്റ്. ഇറ്റ് ആക്സിലറേറ്റ് സെറ്റിംഗ് ആൻഡ് റെഡ്യൂസ് സ്ലൈക്കിംഗ് ആക്ഷൻ. മാഗ്നീഷ്യം കാർബണേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു പ്രോസസ്സാണ് സൾഫേറ്റിൻ്റേത്. അതായത് സെറ്റിംഗ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ എന്നുള്ള രീതിയിൽ സ്ലൈക്കിംഗ് ആക്ഷൻ കുറയുകയും ചെയ്യും. മാഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഒരു ഓപ്പോസിറ്റ് വർക്കിംഗ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത കോൺസ്റ്റൻ്റ് പൈറേറ്റ്സ് ആണ്. പൈറേറ്റ്സ് നമ്മൾ ലൈമിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പൈറേറ്റ്സിൻ്റെ അളവുണ്ടെങ്കിൽ ലൈം ഇമ്പ്യൂറായിട്ട് കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് പൈറേറ്റ്സ് നോട്ട് പ്രിഫറബിൾ ടു ഗുഡ് ക്വാളിറ്റി ലൈം. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ നോക്കിയത് ലൈമിൻ്റെ സോഴ്സസും പിന്നെ അതിൻ്റെ കോൺസ്റ്റുവൻസും പിന്നെ അതിൻ്റെ സൈക്കിളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാനുഫാക്ചർ ഓഫ് ലൈമിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ലൈമിന് ചെറിയ ആവശ്യങ്ങൾക്ക് മതിയെങ്കിൽ അത്യാവശ്യം ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ കാൽസിനേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി അല്ലേ. പക്ഷേ ഒരു വലിയൊരു കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ നമുക്കത് മതിയായി എന്ന് വരില്ല. ലാർജ് എമൗണ്ട് ഓഫ് ലൈമിനെ ഒരേ സമയത്ത് നമുക്ക് കാൽസിനേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, സ്ലൈക്ക് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു മാർജിനിലുള്ള സെറ്റപ്പ് നമുക്ക് ആക്കേണ്ടി വരും മാനുഫാക്ചർ ഓഫ് ലൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം കളക്ഷൻ ഓഫ് ലൈം സ്റ്റോൺ. നമ്മൾ ആദ്യം ലൈം സ്റ്റോൺ കളക്ട് ചെയ്യണം അല്ലേ. നമ്മൾ നേരത്തെ സോഴ്സൊക്കെ ഇതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളത്ര ലൈം സ്റ്റോൺ കളക്ട് ചെയ്യുക. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കാൽസിനേഷനാണ്. അതിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കാൽസിനേഷൻ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന ക്വിക്ക് ലൈമിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെ സ്ലൈക്ക് ചെയ്യിപ്പിക്കും അല്ലേ.
അപ്പോൾ മെയിനായിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ് മാനുഫാക്ചറിങ് ഓഫ് ലൈമിലുള്ളത്. ഇത് നമ്മൾ ലാർജ് എമൗണ്ടായിട്ട് കാസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കില്ലുകളായിരിക്കും. ആ കില്ലിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് കില്ലുകളാണ് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. കാൽസിനേഷൻ എന്നുള്ള പ്രോസസ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസമായിട്ട് കാൽസിനേഷൻ ചെയ്യുമ്പോൾ, ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള 2 സെറ്റപ്പുകളാണ് ക്ലാമ്പും കില്ലും. ക്ലാമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഇത് ടെമ്പററി സ്ട്രക്ചറാണ്. ക്ലാമ്പ് ഉപയോഗിക്കുന്നത് സ്മോൾ പ്രൊഡക്ഷനും ടെമ്പററി സ്ട്രക്ചറായിട്ടുമാണ് നമ്മൾ ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. അതേപോലെ കില്ല് നമ്മൾ ഉപയോഗിക്കുന്നത് മാസ് പ്രൊഡക്ഷനും ലാർജ് പ്രൊഡക്ഷനും വേണ്ടിയിട്ടാണ്. അതേപോലെ കില്ലൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണെന്നും കൂടി ഓർത്ത് വെക്കുക. പെർമനൻറ്റ് സ്ട്രക്ചറാണ് കില്ല്. ഓക്കെ, ഇനി കില്ലിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർമിറ്റൻ്റ് എന്നും കണ്ടിന്യൂസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് കില്ല് എന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടുവിൽ ബ്രേക്കൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ആയിട്ട് നടത്തുന്നതിനെയാണ് കണ്ടിന്യൂസ് കില്ല് എന്ന് പറയുന്നത്. അതേപോലെ ഇൻ്റർമിറ്റൻ്റ് കില്ല് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഉണ്ടാവും. 3 ദിവസം വരെ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനാണ് ഇൻ്റർമിറ്റൻ്റ് കില്ല് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷനാണ്. 2 കേസിലും, ഇൻ്റർമിറ്റൻ്റെ കേസിലും കണ്ടിന്യൂസ് കില്ലിൻ്റെ കേസിലും വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഫ്ലെയിം ആൻഡ് ഫ്ലയർ. കണ്ടിന്യൂസിൻ്റെ കേസിലും ഫ്ലെയിം ആൻഡ് ഫ്ലയർ ഉണ്ട്. ഈ ഫ്ലെയിമും ഫ്ലയറും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്ലെയിം എന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ലൈം സ്റ്റോൺ ആൻഡ് ഫ്യൂവൽ അവിടെ ഉണ്ടാവും. അതായത് ഓൾട്ടർനേറ്റ് ലെയേഴ്സിലായിട്ടായിരിക്കും നമ്മൾ ഈ ചാമ്പറിൽ ലൈം സ്റ്റോണിനെയും പിന്നെ ഫ്യൂവലിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഫ്യൂവൽ ചിലപ്പോൾ ചാർക്കോളായിരിക്കാം. ഓക്കെ, അതേപോലെ ഇൻ്റർമിറ്റൻ്റ് ആൾട്ടർനേറ്റ് ലെയേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂവലിനെയും ലൈം സ്റ്റോണിനെയും ആഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഫ്യൂവലുമായിട്ട് ലൈം സ്റ്റോണിന് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഫ്ലെയർ കില്ല് എന്ന് വെച്ചാൽ നോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ലൈം സ്റ്റോൺ ആൻഡ് ഫ്യൂവൽ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്യൂവൽ ബേൺ ചെയ്തിട്ടുള്ള ഹീറ്റ് മാത്രമായിരിക്കും എവിടെ കോണ്ടാക്റ്റിൽ വരിക, ലൈം സ്റ്റോണുമായിട്ട് കോണ്ടാക്റ്റ് വരിക. അപ്പോൾ അവിടെ എന്തെല്ലാം ചാൻസ് കുറവായിരിക്കും, ഫ്യൂവൽ ബേൺ ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഈ ലൈം സ്റ്റോണുമായിട്ട് കലരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെയിമിലാണോ ഫ്ലെയറിലാണോ ഗുഡ് ക്വാളിറ്റി ലൈം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെയർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫ്ലെയിമിൽ എന്തുണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ ഫ്യൂവൽ ബേൺ ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഇതിൻ്റെ കൂടെ കലരും, ലൈം സ്റ്റോണിൻ്റെ കൂടെ കലരും. ഇനി ഫ്ലെയിമും ഫ്ലെയറും കണ്ടിന്യൂസിനും ഇൻ്റർമീഡിയറ്റിനും കോമൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 കില്ലിൽ വെച്ചിട്ട് ഏതിലാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫ്ലെയർ കില്ലിലാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈം നമുക്ക് കിട്ടുക. രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റിൽ കില്ലിലുള്ള ഫ്ലെയർ ആയിട്ട് ലഭിക്കുന്ന ലൈമിനാണ് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവുക. ഇനിയും 2 ഫ്ലെയർ കഴിഞ്ഞിട്ട് മാത്രമേ ഫ്ലെയിമിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. അപ്പോൾ 2 ഫ്ലെയിമിൽ ഏറ്റവും നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസിലുള്ള ഫ്ലെയിമാണ് 3-ാം സ്ഥാനത്തുള്ളത്. അതേപോലെ ഈ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഇമ്പ്യൂർ ആയിട്ടുള്ള ലൈം കിട്ടുന്നത് ഇൻ്റർമിറ്റൻ്റ് ഫ്ലെയിമിലായിരിക്കും. ഈ ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ഫ്ലെയറിനാണ്. ആ ഫ്ലെയറിൽ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കാണ് കണ്ടിന്യൂസിലാണ്. അത്രയും ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഫ്ലെയിം എന്താണ്, ഫ്ലെയർ എന്താണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ക്ലാമ്പ് ഉണ്ട്, കില്ലുണ്ട് എന്ന് ഓർത്ത് വെക്കുക.
അതിലുള്ള 2 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. പിന്നെ ഓർഡർ ഓഫ് ക്വാളിറ്റിയും കൂടി എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിനെ പറ്റിയിട്ടാണ്. മെയിനായിട്ട് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ലൈമിനുള്ളത്. ഒന്ന് ഫാറ്റ് ലൈമും രണ്ടാമത്തേത് ഹൈഡ്രോളിക് ലൈമും. ഇത് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള ക്ലേ കണ്ടൻറ്റിൻ്റെ ബേസിസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിംഗ്. സാധാരണ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ലൈമാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന ലൈമാണ് ഫാറ്റ് ലൈം. ഇത് പ്രീവിയസ് PSC ക്വസ്റ്റ്യനും കൂടിയാണ്, ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. ഇതിലുള്ള ക്ലേ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 5% ആയിരിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്ലേ കണ്ടൻറ്റ് കുറവായത് കൊണ്ട് തന്നെ ഇതിനെന്ത് കുറവായിരിക്കും? ഹൈഡ്രോളിസിറ്റി കുറവായിരിക്കും. ഹൈഡ്രോളിസിറ്റി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ക്ലേ കണ്ടൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലേ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ലൈമിൻ്റെ ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടിയും കൂടി വരും. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രെങ്ത്ത് കുറവാണ്. ഈ 3 പോയിൻ്റ് ഫാറ്റ് ലൈമിൻ്റെ കേസിൽ ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹൈഡ്രോളിക് ലൈം. ആ പേര് പോലെ തന്നെ ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടിയുള്ള ലൈമിനെയാണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ക്ലേ കണ്ടൻറ്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ക്ലേ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഹൈഡ്രോളിസിറ്റി ലൈമിന് കൂടി വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് വാട്ടർ ലൈം. വാട്ടർ ലൈം എന്നൊരു പേരും കൂടി ഹൈഡ്രോളിക് ലൈമിനുണ്ട്, ഓർത്ത് വെച്ചാൽ മതി. അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് മോർ ടൈം ടു സെറ്റ്. സെറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മുമ്പേ പഠിച്ച പോയിൻറ്റ്സുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. സെറ്റിംഗ് ടൈം കൂടുതലാണെങ്കിൽ അതിന് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു പോയിൻ്റ്, സെറ്റിംഗ് ടൈം കൂടുതലാണെങ്കിൽ സ്ലേക്കിംഗ് ടൈം കുറവുമായിരിക്കും. ഓക്കെ, ഇത് തമ്മിലൊന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വെച്ചാൽ മതി, മാറിപ്പോവാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രോളിക് ലൈമിനെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കാരണം എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ സെറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ഹൈഡ്രോളിക് ലൈമിനുണ്ട്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലേ കണ്ടൻറ്റ് 5 to 30% ആണ്. 5ലും കുറവാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിച്ചത്? ഫാറ്റ് ലൈം എന്ന് വിളിച്ചു. 5 to 30% വരെ ക്ലേ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, ഇനി 30%ലും കൂടുതലാണ് ലൈമിൽ ക്ലേ കണ്ടൻ്റ് എങ്കിൽ അതിനെ പൂവർ ലൈം എന്ന് കൂടി വിളിക്കും. അത് എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ക്ലേ കണ്ടൻറ്റ് 30%ലും കൂടുതലുണ്ടെങ്കിൽ അതിനെ പൂവർ ലൈം എന്നും കൂടി വിളിക്കാറുണ്ട്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ക്ലേ കണ്ടൻറ്റ് 5%ലും 30%നും ഇടയിലുള്ള ലൈമിന് നമുക്ക് എന്ത് പറയാം? ഹൈഡ്രോളിക് ലൈം എന്ന് പറയാം. 5%നും 30%നും ഇടയിലുള്ള ലൈമിനെ ഹൈഡ്രോളിക് ലൈം എന്ന് വിളിച്ച് നമ്മൾ. ഇനി ഈ ഹൈഡ്രോളിക് ലൈമിൽ തന്നെ ക്ലേ കണ്ടൻറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലേ കണ്ടൻറ്റ് 5 to 10% ആണെങ്കിൽ അതിനെ നമുക്ക് ഫീബ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കാം. 11നും 20നും ഇടയിലാണ് ക്ലേ കണ്ടൻറ്റ് എങ്കിൽ അതിനെ മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കാം. ഇനി 21നും 30നും ഇടയിലാണ് ക്ലേ കണ്ടൻറ്റ് എങ്കിൽ അതിനെ നമുക്ക് എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം എന്നും വിളിക്കാം. അവൈലബിൾ ആയിട്ടുള്ള ലൈമുകളിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈം എന്ന് പറയുന്നത് എമിനൻ്റ് ഹൈഡ്രോളിക് ലൈമാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ലേക്കിംഗ് ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ഏതാനും സെക്കൻഡ്സ് കൊണ്ട് തന്നെ സ്ലേക്ക് ചെയ്യും. മോഡറേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഫ്യൂ അവേഴ്സ് അത് എടുക്കും സ്ലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സ്ലോ സ്ലേക്കിംഗ് ആയിരിക്കും. സ്ലോ സ്ലേക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിങ് ഫാസ്റ്റർ ആണെന്നും കൂടി ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, സ്ലേക്കിങ്ങും സെറ്റിങ്ങും റിവേഴ്സ് റിലേഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അടുത്ത സ്ട്രെങ്ത്തിൻ്റെ കേസിൽ
ലെസ് സ്ട്രെങ്ത് ആണ് ആർക്ക്? ഫീബിളി ഹൈഡ്രോളിക്കിന്. മോഡറേറ്റ് ആണ് ആർക്ക്? മോഡറേറ്റ് ഹൈഡ്രോളിക്കിന്. ഹൈ സ്ട്രെങ്ത് ഉണ്ട് ആർക്ക്? എമിനൻ്റ് ഹൈഡ്രോളിക് ലൈമിന്. സ്ലോ സ്ലൈക്കിങ്, ഹൈ സ്ട്രെങ്ത്. ആ റിലേഷൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അതിടക്കൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോവില്ല. അടുത്ത സെറ്റിംഗ് ടൈമിൻ്റെ കേസിൽ ഫീബിളി ഹൈഡ്രോളിക് ലൈം 3 വീക്സ് കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈം 1 വീക്ക് കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് സ്ലൈക്കിങ്ങുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ സ്ലൈക്കിങ്, അതായത് സ്ലൈക്കിംഗ് ടൈം കൂടുതൽ, സെറ്റിംഗ് ടൈം കുറവ്. ആ റിലേഷൻ നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലൈം വിത്ത് ക്ലേ കണ്ടൻറ്റ് മോർ ദാൻ 30% ഈസ് കോൾഡ് പുവർ ലൈം. അതായത് 30% വരെയാണെങ്കിൽ നമുക്കതിനെ ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കായിരുന്നു. 30%ലും കൂടുതൽ ക്ലേ കണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റീസ് നഷ്ടപ്പെടും. അതിന് നമ്മൾ പുവർ ലൈം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി കൺസ്ട്രക്ഷന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റീസ് നഷ്ടപ്പെടും. 30%നേക്കാളും കൂടുതൽ ക്ലേ കണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലൈമിൻ്റെ ക്വാളിറ്റീസ് നഷ്ടപ്പെടുന്നതായിരിക്കും. ലൈമിൽ അടങ്ങിയിട്ടുള്ള ക്ലേ കണ്ടൻറ്റിന് അനുസരിച്ചിട്ട് ലൈമിനെ ഏതൊക്കെ വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈം, ഡിഫറെൻറ്റ് ടൈപ്സ് ലൈമിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ ലൈമും ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. IS 712 ആണ് കോഡ് അഡ്രസ്സ്, അത് ഓർത്ത് വെക്കുക. 6 ക്ലാസിഫിക്കേഷനാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ലൈമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഒന്നാമത്തെ A, രണ്ടാമത്തെ B, C, D, E, F എന്നാണ്. ഓർഡർ തന്നെ പഠിക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ നമുക്ക് നോക്കാം. ക്ലാസ് A എന്താണെന്ന് നോക്കാം. ക്ലാസ് A എന്ന് പറയുന്നത് എമിനൻ്റ് ഹൈഡ്രോളിക് ലൈമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോളിക് ലൈമിൽ 21-30% ക്ലേ കണ്ടൻ്റ് ഉള്ള ലൈമിനെയാണ് എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. അതാണ് ക്ലാസ് എയിൽ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ, അതായത് മാസീവായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷന് വേണ്ടി, സ്ട്രക്ചറൽ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈമാണ് എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം. അതാണ് ക്ലാസ് എയിൽ വരുന്നത്. രണ്ടാമത്തത് ക്ലാസ് ബി, സെമി ഹൈഡ്രോളിക് ലൈം. അതായത് നമ്മൾ പഠിച്ച ഹൈഡ്രോളിക് ലൈംസിൽ 11-20% ക്ലേ കണ്ടൻ്റുള്ള ലൈമാണ് സെമി ഹൈഡ്രോളിക് ലൈം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ലൈം ക്ലാസ് ബിയിൽ അണ്ടറിലാണ് വരുന്നത്. ഇത് ഉപയോഗിക്കുന്നത് സുപ്പീരിയർ മാസണറി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. സുപ്പീരിയർ മാസണറി കൺസ്ട്രക്ഷൻ. ഓക്കെ, അടുത്ത ക്ലാസ്സാണ് ക്ലാസ് സി, ഫാറ്റ് ലൈം അല്ലേ. ഫാറ്റ് ലൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുപ്പീരിയർ പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനും വേണ്ടിയിട്ടാണ് ഫാറ്റ് ലൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിലെ ക്ലേ കണ്ടൻറ്റ് 5%ലും കുറവായിരിക്കും. അതുകൂടി എൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അടുത്തത് ക്ലാസ് ഡിയിൽ വരുന്നത് ഡോളമൈറ്റ് ലൈമാണ്. ഇൻഫീരിയർ ക്വാളിറ്റി പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിംഗ്. ഇതിനു വേണ്ടി നമുക്ക് ഡോളമൈറ്റ് ലൈം നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ക്ലാസ് ഇ ആണ്. കങ്കാർ ലൈമും അല്ലെങ്കിൽ കങ്കർ ലൈം, അങ്ങനെയാണ് ക്ലാസ് ഇയിൽ വരുന്ന ലൈമിനെ നമ്മൾ വിളിക്കുന്നത്. ഇൻഫീരിയർ മാസണറി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സുപ്പീരിയർ മാസണറി കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ക്ലാസ് ബി ആണ്. ഇൻഫീരിയർ മാസണറി കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കങ്കാർ ലൈമാണ്. ഓക്കെ, ക്ലാസ് ഇയിൽ പെടുന്ന കങ്കാർ ലൈമാണ്, ഓർത്ത് വെക്കുക. അടുത്തത് ക്ലാസ് എഫ് ആണ്. ക്ലാസ് എഫിൽ വരുന്ന ലൈമിൻ്റെ പേരാണ് സിലീഷ്യസ് ലൈം. അതിൽ സിലിക്ക കണ്ടൻറ്റ് കൂടുതലുണ്ടാവും, അതുകൊണ്ടാണ് ഇതിന് സിലീഷ്യസ് ലൈം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അണ്ടർ കോട്ടിംഗ്. കോട്ടിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സിലീഷ്യസ് ലൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഓരോ ക്ലാസ് ആയിട്ട് പഠിക്കുന്നതെന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, അടുത്തത് ലൈമിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലൈമിൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലൈം തമ്മിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതായത്
ലൈമുകൾ തമ്മിൽ തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്, രണ്ടാമത്തെ ഹീറ്റ് ടെസ്റ്റ്, 3 ആസിഡ് ടെസ്റ്റ്, 4 ബോൾ ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റിലൂടെ നമ്മൾ പേര് പോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. ഫാറ്റ് ലൈമിൻ്റെ കേസിൽ വൈറ്റ് കളറാണ് അല്ലേ, വൈറ്റ് വാഷിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈമാണ് ഫാറ്റ് ലൈം. വൈറ്റ് കളറായിരിക്കും ഫാറ്റ് ലൈമിന് ഉണ്ടാവുക. ഹൈഡ്രോളിക് ലൈമിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്രേ അല്ലെങ്കിൽ ഡാർക്കിഷ് ഗ്രേ കളറായിരിക്കും ഹൈഡ്രോളിക് ലൈമിന് ഉണ്ടാവുക. കാരണം അതിൽ ക്ലേ കണ്ടൻറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്യുവർ വൈറ്റ് കളറായിരിക്കില്ല ഹൈഡ്രോളിക് ലൈമിന് ഉണ്ടാവുക, ഗ്രേ അല്ലെങ്കിൽ ഡാർക്കിഷ് ഗ്രേ കളറായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തത് പൂവർ ലൈമാണ്. അതിന് മഡ്ഡി വൈറ്റ് കളറാണ്. പൂവർ ലൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 30% കൂടുതൽ ക്ലേ കണ്ടൻറ്റുള്ള ലൈമിനെയാണ് പൂവർ ലൈം എന്ന് നമ്മൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ക്ലേ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അതിലൊരു മഡ്ഡി കളർ വരുന്നത് സ്വാഭാവികമാണല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ പോയിൻ്റാണ് പൂവർ ലൈമിന് മഡ്ഡി വൈറ്റ് കളർ. ഓക്കെ, അടുത്തത് ഹീറ്റ് ടെസ്റ്റാണ്. ഹീറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈം സ്റ്റോണിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ലൈം സ്റ്റോൺ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു ഗുഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും, അതൊരു ഗുഡ് ക്വാളിറ്റി ലൈം സ്റ്റോൺ ആയിരിക്കും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് അളവ് കൂടുതലാണെങ്കിൽ ഗുഡ് ക്വാളിറ്റി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമുള്ള പോയിൻ്റാണ്. അടുത്തത് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് HCl ഈസ് ആഡഡ് ടു ലൈം സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോണിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. അവിടെ ഒരു റെസിഡ്യൂ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ലൈം സ്റ്റോണിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു റെസിഡ്യൂ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും. റെസിഡ്യൂ ഫോം ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ലൈമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ബോൾ ടെസ്റ്റാണ്. ബോൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് ബി, ക്ലാസ് സി ലൈമിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ലൈമായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈമിനെയാണ് നമ്മൾ ക്ലാസ് ബിയിൽ പെടുത്തിയത്. അതേപോലെ ക്ലാസ് സിയിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത് ഫാറ്റ് ലൈമിനെയാണ്. ഓക്കെ, അപ്പോൾ മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈമിനെയും ഫാറ്റ് ലൈമിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ടെസ്റ്റ് ചെയ്യുന്നത്? ബോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ബോൾ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 40 mm ഡയമീറ്റർ ബോൾസ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 6 hours. അതായത് നമ്മുടെ കയ്യിലുള്ള ലൈമിനെ നമ്മൾ എന്ത് ചെയ്യും? 40 mm ഡയമീറ്ററിലെ ബോളുകളായിട്ട് മാറ്റും. എന്നിട്ടത് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. 6 മണിക്കൂർ നേരം ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കും. അവിടെ എൻലാർജ്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ അതൊരു ക്ലാസ് ബി ലൈമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻ കേസ് അവിടെ എൻലാർജ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസ് സി ലൈമായിരിക്കും, അതായത് ഫാറ്റ് ലൈമായിരിക്കും. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രീവിയസ്ലി ആസ്ക്ഡ് PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ക്വിക്ക് ലൈം ഇറ്റ് ക്രാക്സ്, സ്വെൽസ് ആൻഡ് ഫോൾസ്, ഇറ്റ് ഈസ് കോൾഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വിക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പം അവിടെ സ്ലേക്കിംഗ് സംഭവിക്കും അല്ലേ. ആ ക്വിക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനൊരു പേര് നമ്മൾ പഠിച്ചിരുന്നു. അതാണ് ഇതിൻ്റെ ആൻസർ. കറക്റ്റ് ആൻസർ സ്ലേക്കിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ഈസ് ദ വൺ വിച്ച് ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ് ഈസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ എമിനൻ്റ് ഹൈഡ്രോളിക് ലൈമിനെ പറ്റിയിട്ടാണ്. അതിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവാണ് ചോദിക്കുന്നത്. 21 to 30% ആയിരുന്നു നമ്മൾ പഠിച്ച റേഞ്ച് അല്ല. ഇമ്പ്യൂരിറ്റീസിൻ്റെ ക്ലേ കണ്ടൻറ്റിൻ്റെ അളവ് 21 to 30% ആയിരുന്നു എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിലെ ക്ലേയുടെ അളവ്. ഇവിടെ മാച്ചിങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 25 to 30%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process of heating the limestone
to redness in contact with air is termed. നമ്മൾ ലൈം എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റാണിതല്ലേ. പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ലൈം സ്റ്റോൺ ടു റെഡ്നെസ് എന്തായിരുന്നു? കാൽസിനേഷൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ തിൻ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് നോൺ ആസ്. 4 ഓപ്ഷനാണുള്ളത്. മിൽക്ക് ഓഫ് ലൈം, ഹൈഡ്രേറ്റഡ് ലൈം, വാട്ടർ ലൈം, എമിനൻറ്റ് ലൈം. തിൻ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലൈക്കഡ് ലൈം അതെങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലധികം വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 to 3 ടൈംസിനേക്കാളും കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈമിൻ്റെ പേരാണെന്ത്? മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ മിൽക്ക് ഓഫ് ലൈമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ അണ്ടർ വാട്ടർ ദ ടൈപ്പ് ഓഫ് ലൈം യൂസ്ഡ്. ഓപ്ഷൻ എ ഹൈഡ്രോളിക് ലൈം, ബി ഫാറ്റ് ലൈം, സി ക്വിക്ക് ലൈം, ഡി റിച്ച് ലൈം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ലൈമിന് എന്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം? ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. എയറിൻ്റെ ആബ്സെൻസിൽ സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി ഉള്ള ഏത് ടൈപ്പ് ലൈമിനാണ്? ഹൈഡ്രോളിക് ലൈമിനാണല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോളിക് ലൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വിക്ക് ലൈം ദാറ്റ് കംസ് ഫ്രം കിൽ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ക്വിക്ക് ലൈം, ഓപ്ഷൻ ബി ലംബ് ലൈം, ഓപ്ഷൻ സി ഫാറ്റ് ലൈം, ഓപ്ഷൻ ഡി ഹൈഡ്രോളിക് ലൈം. സെയിം സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കില്ലിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ലൈമിൻ്റെ പേര് ലംബ് ലൈം എന്നാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം മാക്സിമം ക്ലേ കണ്ടൻറ്റ് ഈസ് അപ് ടു. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിൽ മാക്സിമം ക്ലേ കണ്ടൻറ്റ് നമ്മൾ പഠിച്ചതാണ് 21 to 30% ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റിയ ആൻസർ ഓപ്ഷൻ സി 30%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടെയ്ൻ മോർ ദാൻ 30% ഓഫ് ക്ലേ ദ ലൈം ഈസ് നോൺ ആസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30% വരെ ക്ലേ കണ്ടൻ്റ് ഉള്ള ലൈമിനെ നമ്മൾ ഫാറ്റ് ലൈം എന്നും ഹൈഡ്രോളിക് ലൈം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. 30%-നേക്കാളും കൂടുതൽ ക്ലേ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത്തരം ലൈമിന് ഒരു പേരും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ പൂവർ ലൈം ആയിരുന്നു അല്ലേ. ആൻസർ പൂവർ ലൈമാണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബേണിംഗ് പ്രോസസ് ഓൺലി ഫ്ലെയിം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ലൈം സ്റ്റോൺ സച്ച് എ കിൽ ഈസ് നോൺ ആസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 തരത്തിലുള്ള കില്ലാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഫ്ലെയർ കില്ലും ഒന്ന് ഫ്ലെയിം കില്ലും അല്ലേ. ഫ്ലെയിം കില്ലിൽ ഫ്യൂവലും ലൈം സ്റ്റോണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതല്ല. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഓൺലി ഫ്ലെയിം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ലൈം സ്റ്റോൺ, അതായത് ഫ്യൂവലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല, ഫ്ലെയിം മാത്രമായിട്ടാണ് ലൈം സ്റ്റോൺ കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഫ്ലെയർ കില്ലാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ബേണിംഗ് പ്രോസസ് ഫ്യൂവൽ ആൻഡ് ഫ്ലെയിം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ലൈം സ്റ്റോൺ സച്ച് എ കിൽ ഈസ് നോൺ ആസ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫ്യൂവലും ഫ്ലെയിമും ഒരേ സമയത്ത് ലൈം സ്റ്റോണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ആ ടൈപ്പ് കില്ല് ഒരു ടൈപ്പ് കില്ലേ ഉള്ളൂ, അതിൻ്റെ പേരാണ് ഫ്ലെയിം കില്ല്. ഇവിടെ ഫ്യൂവലില്ലാതെ ഫ്ലെയിം മാത്രമായിരുന്നെങ്കിൽ ആൻസർ ഫ്ലെയർ കില്ലാവുമായിരുന്നു. ഇവിടെ ഫ്യൂവലും ഫ്ലെയിമും ഒരേ സമയം ലൈം സ്റ്റോണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഫ്ലെയിം കില്ലാണ്, ഓപ്ഷൻ സി. A
ഇത്രയും ക്വസ്റ്റ്യൻസാണ് ലൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയകളും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് പഠിക്കുക. ഒരു ഏരിയയും മിസ്സാവാതെയാണ് നമ്മൾ ലൈം പോർഷൻ കവർ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.